ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെള്ളരിക്ക കറി റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനായി ഞാനിവിടെ ഒരു ചെറിയ വെള്ളരി, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്ത പയറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വെള്ളരി തൊലി കളഞ്ഞെടുത്തതാണ് കാണുന്നത്. ഇത് ഒരു ചെറിയ വെള്ളരി ആയിരുന്നു. ഇവിടെ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 7 അല്ലി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ചൂടായി പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒരുപാട് വഴന്ന് കുഴയേണ്ട ആവശ്യമില്ല. നമുക്കതിലേക്ക് അപ്പം തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 10-20 സെക്കൻഡ് നേരത്തേക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷമാണ് ഞാൻ ഈ മുറിച്ച് വെച്ച വെള്ളരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കഴുകി കുതിർത്ത് വെച്ച വെളുത്ത പയർ വെള്ളത്തോടു കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം കറക്റ്റ് ചെയ്ത് വെക്കണം. ഒരുപാട് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. എന്നുവെച്ചാൽ നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാനുള്ളതാണ്. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക. ഞാൻ ഈ തേങ്ങ അരച്ചെടുക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴിതാ തേങ്ങ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തേങ്ങ അരച്ച് കഴിയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കൂട്ട് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2 വിസിലുകൊണ്ടാണ് ഇത് വെന്ത് കിട്ടിയത്. എന്നിട്ട് ഞാനിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. ചിലർക്ക് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസായിരിക്കും ഇഷ്ടം. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഇഡലിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.